എല്ലാ മുഖവും എല്ലാ പ്രതീക്ഷകളും എല്ലാ മനസ്സും തിരിയുന്നത് ഈ പൊന്നമ്പലമേടിൻ്റെ ഉച്ചസ്ഥായിയിലേക്കാണ്. പിന്നെ അവിടെ കാണാൻ കഴിയുന്നത് മകര നക്ഷത്രം തെളിയുന്നത് കാണാൻ കഴിയും. ഇന്ന് സായന്തനത്തോടുകൂടി തന്നെ ചന്ദ്രൻ ഉദിക്കുന്നപ്പോൾ തന്നെ മകര നക്ഷത്രത്തിൻ്റെ ഒരു അത്ഭുത കാഴ്ച കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ശബരിഗിരീശൻ ശ്രീധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചതിൻ്റെ ഒരു ആഘോഷമെന്നുള്ള നിലയിൽ മുൻകാലങ്ങളിൽ ദേവകൾ ഇതിന് 33 കോടി ദേവതകൾ ഇവിടെ ദീപക്കാഴ്ച നടത്തി എന്ന് സങ്കല്പിച്ചു പോരുന്നെങ്കിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വനവാസികളായ താപസന്മാരും വേടന്മാരും അതുപോലെ തന്നെ വനത്തിൽ താമസിച്ചു വന്നിരുന്ന മലയരയന്മാരും ഈ ആഘോഷ ദിനത്തെ കാത്തിരുന്ന് ഈ മകരസംക്രമത്തിലേക്ക് ധനുമാസം അവസാനിച്ച് മകരസംക്രമം തുടങ്ങുന്ന വേളയിലെ സന്ധ്യയിൽ ഇതുപോലെ ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ ഈ ശബരിഗിരീശന്റെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊള്ള ദർശനം സന്നിധാനത്ത് കണ്ട് ഭക്തലക്ഷ്യങ്ങൾ സായുജ്യമടയുമ്പോൾ അവിടെയും ഒരു ദീപക്കാഴ്ച ഒരുക്കും. ദീപങ്ങളെല്ലാം തന്നെ തെളിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമാണ്. ദീപങ്ങൾ തെളിക്കുന്നത് സന്തോഷത്തിന്റെ പ്രതീകമാണ്. ദീപങ്ങൾ തെളിക്കുമ്പോൾ തമസിൽ നിന്ന് ജ്യോതിർഗമയ എന്നുള്ള ഒരു ഇരുട്ടിനെ അകറ്റിക്കൊണ്ടുള്ള വെട്ടത്തിലേക്കുള്ള ഒരു പരിക്രമണമാണ്. ഇപ്പോൾ നടയുടെ മുൻപിൽ തിരക്ക് കൂട്ടി നിൽക്കുന്നത് വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെയാണ്. ഏതായാലും ദീപാരാധന തുടങ്ങിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ എല്ലാ സർവാഭരണങ്ങളും ചാർത്തി ആടുകളും ചാർത്തിയും അയ്യപ്പനെ ഇനി ദർശിക്കാൻ കഴിയും. അല്പസമയത്തിനകം